ഡൽഹി മദ്യനയ ഇടപാട് കേസിൽ അകത്ത് കിടന്ന കെ കവിത കേരളത്തിന്റെ എക്സൈസ് മന്ത്രി MP രാജേഷുമായി ചർച്ച നടത്തിയെന്ന് പുറത്തറിഞ്ഞതോടെ പാലക്കാട്ടെ മദ്യനയവും ഡൽഹിക്ക് സമാനമായി മാറുകയാണ്. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും അകത്തേക്ക് പോകാനുള്ള സാധ്യതകളും ഏറിയിരിക്കുകയാണ്. LDFന്റെ ചീട്ടുകൊട്ടാരം അങ്ങനെ തകർന്നതോടെ UDF വിജയം ഉറപ്പിക്കുകയാണ്. നമുക്കറിയാം, ഏതൊരു സർക്കാർ തകർന്നു തരിപ്പണമാകണമെങ്കിലും അതിൻ്റെ പിന്നിൽ മദ്യമോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ വിഷയമായി ഉണ്ടാകും. സരിതാ വിഷയത്തിലും ബാർ അഴിമതിയിലും വ്യാജമദ്യ ദുരന്തത്തിലുമെല്ലാം നമുക്ക് അത് കാണാം. എന്നാൽ സ്വപ്ന സുരേഷിൻ്റെ ബോംബ് പൊട്ടി പിണറായി സർക്കാർ തകരുമെന്ന് കരുതിയെങ്കിലും BJP അതിന് സമ്മതിച്ചില്ല എന്നു മാത്രം. കേന്ദ്രത്തെ കൊണ്ട് അത് സമ്മതിപ്പിച്ചില്ല. എന്നാൽ പാലക്കാട് എലപ്പുള്ളി ബ്രൂവറി പദ്ധതി അഴിമതി നടത്തിയതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാതെ കൈകാലിട്ടടിക്കുകയാണിപ്പോൾ യഥാർത്ഥത്തിൽ CPM. അതിനൊപ്പം തന്നെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷവും. ഒയാസിസ് കമ്പനിക്ക് വേണ്ടി മദ്യനയം മാറ്റിയെന്ന് മന്ത്രി MP രാജേഷ് പറയുന്നത് പച്ചക്കള്ളമാണെന്നും പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല നിർമ്മിക്കാൻ മന്ത്രി ഉയർത്തിയ ചീട്ടുകൊട്ടാരം തകർന്നിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം മദ്യനയം മാറിയത് ഒരു സ്വകാര്യ കമ്പനിക്ക് മാത്രമാണ് അറിഞ്ഞത്. സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷണപ്രകാരമാണ് മദ്യനിർമ്മാണശാല ആരംഭിക്കുന്നതെന്ന് ഒയാസിസ് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനാകാത്ത വിധം ജല അതോറിറ്റിക്ക് നൽകിയ അപേക്ഷയിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. മദ്യനയം മാറുന്നതിന് മുൻപ് കമ്പനിയുമായി ഡീലുണ്ടാക്കിയിരിക്കുന്നു ഇവർ. ഈ കമ്പനിക്ക് വേണ്ടിയാണ് സർക്കാർ മദ്യനയം തന്നെ മാറ്റിയത്. സർക്കാർ ആ കമ്പനിയെ ക്ഷണിക്കും മുൻപ് തന്നെ കമ്പനിക്ക് IOC അനുമതി ലഭിച്ചിട്ടില്ല. ഇതെല്ലാം നോക്കുമ്പോൾ ഒരുപക്ഷെ ഡൽഹി മദ്യനയ കുംഭകോണത്തിന് സമാനമായിരിക്കും എലപ്പുള്ളിയിലേതും എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്, പിണറായിയുടെ രണ്ടാം സർക്കാരിനെ തകർക്കാനുള്ള ഏറ്റവും മൂർച്ചയേറിയ ആയുധമായി ഈ ബ്രൂവറി അഴിമതി മാറിയിരിക്കുകയാണ്. 2023 പദ്ധതിക്ക് വെള്ളം ആവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റിക്ക് കമ്പനി കത്ത് നൽകിയിരുന്നു. അതും സർക്കാരിൻ്റെ ക്ഷണപ്രകാരമാണ്. കമ്പനി ആരംഭിക്കരുത് എന്നാണ് കത്തിൽ പറഞ്ഞിരുന്നത്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ലഭിക്കുന്നതിന് മുൻപ് തന്നെ പിണറായി സർക്കാർ ആ കമ്പനിയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു. അതുതന്നെ ഏറ്റവും വലിയ തെറ്റാണ്. 2023 ജൂൺ 16-നാണ് കമ്പനി വാട്ടർ അതോറിറ്റിക്ക് കത്ത് നൽകിയത്. അതേ ദിവസം തന്നെ വാട്ടർ അതോറിറ്റി മറുപടിയും നൽകി. 2023 കേരളത്തിൽ മദ്യനിർമ്മാണശാല തുടങ്ങാൻ കമ്പനി IOCയിലും അപേക്ഷ നൽകി. കമ്പനിയും എക്സൈസ് മന്ത്രിയുമായി ഡീൽ നടന്നു. MP രാജേഷുമായി കെ കവിത ചർച്ച നടത്തിയത് അങ്ങനെയാണ് VD സതീശൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഡൽഹി മദ്യനയ കുംഭകോണ കേസിന് സമാനമായി ഇതും മാറുന്നത്. നമുക്കറിയാം, ഡൽഹിയിൽ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും മറ്റുള്ള നേതാക്കളും അതുപോലെ കെ കവിതയുമൊക്കെ അകത്ത് കിടന്ന ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ മദ്യ അഴിമതിയാണ് ഡൽഹിയിൽ നടന്നതെങ്കിൽ അതിലെ ആളുകളുമായി തന്നെയാണ് കേരളത്തിലെ മദ്യനയത്തിനും ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കെജ്രിവാളിന് ശേഷം അകത്തേക്ക് പോകുന്നത്, തിഹാർ ജയിലിൽ സ്വപ്നം കാണാൻ പോകുന്നത് ഇനി ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയായിരിക്കും എന്ന് പറയുന്നതിലും തെറ്റുണ്ടാകില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം.